നിങ്ങൾ ഒരു ഡിഗ്രിയോ പി ജിയോ ഒക്കെ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണോ? അത് ഏത് വിഷയങ്ങളിലും പഠിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഐ ടിയുമായി ബന്ധപ്പെട്ട ചില മേഖലകളിൽ ഒരു ഇൻറ്റേൺഷിപ്പ് ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഒരു ആഡ് ഓൺ കോഴ്സൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതിനുള്ള ഒരു നല്ല അവസരമാണ് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഓർക്കുക, പൂർണ്ണമായിട്ടും സൗജന്യമായിട്ട് ഒരു ഇൻറ്റേൺഷിപ്പ് ഒക്കെ ചെയ്യുന്നതിന്, അതല്ലെങ്കിൽ സൗജന്യ നിരക്കിൽ ആഡ് ഓൺ കോഴ്സുകളൊക്കെ പഠിക്കുന്നതിനുള്ള ഒരു സുന്ദരൻ അവസരമാണ് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അതും ഒരു എക്സ്പേർട്ടിൽ നിന്നുമായിട്ട് സംവദിച്ചുകൊണ്ട് ഈ അവസരങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇനി നിങ്ങൾ എന്തെങ്കിലും ഇൻറ്റേൺഷിപ്പ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. അതിൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഒരു ചെറിയ കാര്യം, ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. അപ്പോൾ ഈ ഒരു സൗജന്യ ഇൻറ്റേൺഷിപ്പും അതിനോടൊപ്പം ആഡ് ഓൺ കോഴ്സും ഒക്കെ ലഭ്യമാക്കിയിരിക്കുന്ന ഈ ഒരു അവസരം നമുക്ക് ലഭ്യമാക്കിയിരിക്കുന്നത് IPSR സൊല്യൂഷൻസ് ലിമിറ്റഡ് എന്ന IT കമ്പനിയാണ്. അപ്പോൾ ഈ IPSRൻ്റെ സിഇഒയും മാനേജിംഗ് ഡയറക്ടറും ഒക്കെ ആയിട്ടുള്ള ഡോക്ടർ മെൻഡസ് ജേക്കബ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. സാറ് ഞങ്ങളുടെ കുട്ടിക്കാനം മെരിയൻ കോളേജിലെ MCA വിഭാഗത്തിൻ്റെ മേധാവിയാണ്. MG യൂണിവേഴ്സിറ്റിയുടെ സ്കൂൾ ഓഫ് ആപ്ലിക്കബിൾ മാത്തമാറ്റിക്സിൻ്റെ മുൻ ഡയറക്ടർ കൂടിയാണ്. ഒരു അക്കാഡമീഷ്യനും അതേപോലെ ഒരു ഇൻഡസ്ട്രി എക്സ്പേർട്ടുമാണ്. അപ്പം സാർ, വെൽക്കം ടു കരിയർ പാത്ത്. താങ്ക് യു. ഓക്കെ, അപ്പോൾ സാർ, ഈ ഒരു ഇൻറ്റേൺഷിപ്പ് ഒക്കെ സൗജന്യമായി ചെയ്യാൻ കഴിയുക എന്നുള്ളത് ഒരു വലിയ അവസരമാണ്. പ്രത്യേകിച്ച് ഇന്ന് എല്ലാ കോളേജുകളിലും എല്ലാ കോഴ്സിനോടൊപ്പം ഇൻറ്റേൺഷിപ്പ് മാൻഡേറ്ററി ആയിട്ട് തന്നെയുണ്ട്. അപ്പോൾ ഈ ഒരു അവസരം, ഈ ഇൻറ്റേൺഷിപ്പിൻ്റെ ആഡ് ഓൺ കോഴ്സിൻ്റെ ഇതെന്താണ് എന്ന് അതിൻ്റെ ഒരു സമ്മറി ഒന്ന് ആദ്യം സൂചിപ്പിക്കാമോ? IPSR ആക്ച്വലി 3 ഡൊമൈനിലാണ് ഈ ആഡ് ഓൺ കോഴ്സും ഇൻറ്റേൺഷിപ്പും കൊടുക്കുന്നത്. ഒന്ന്, നമുക്ക് ഡാറ്റാ സയൻസ് ആൻഡ് AI. നമുക്കറിയാവുന്ന വളരെ എമേർജ് ചെയ്തിരിക്കുന്ന ഒരു ഫീൽഡാണ്, ഒരു ഡൊമൈനാണത്. അതുപോലെ തന്നെ ക്ലൗഡ് ഡെവോപ്സ്, സൈബർ സെക്യൂരിറ്റി, അതും IT മേഖലയിൽ നിന്ന് ഒത്തിരി എമേർജ് ചെയ്യുന്ന ഏരിയയാണ്. അത് മൂന്നും ഒന്നിച്ചാണ് അല്ലേ? അത് മൂന്നും ഒന്നിച്ചാണ്. ഓക്കെ. മൂന്നാമതായിട്ട് വരുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ സാധാരണ സ്റ്റുഡൻസ് ഒത്തിരി അവർ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവാണ്. പക്ഷേ അവിടുന്ന് ഒരു റവന്യൂ എങ്ങനെ ഉണ്ടാക്കാം, ഒരു ഇൻഫ്ലുവൻസർ എങ്ങനെയാകാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ കൊടുക്കുക. അപ്പോൾ ഈ കൂട്ടത്തിൽ നമുക്ക് ആഡ് ഓൺ കോഴ്സ് ഉണ്ട്. സാധാരണ UGCയുടെ ഒരു നിയമം അനുസരിച്ച് 30 hours വരുന്ന ഒരു കോഴ്സാണ് ആഡ് ഓൺ കോഴ്സായിട്ട് വരുന്നത്. അപ്പോൾ ഈ ആഡ് ഓൺ കോഴ്സ് നമ്മുടെ ഈ കൂട്ടത്തിൽ ഉണ്ടാവും. ഈ 3 ഏരിയയിലും ആഡ് ഓൺ കോഴ്സ് ഉണ്ടാവും. ആഡ് ഓൺ കോഴ്സിൻ്റെ ഒപ്പം തന്നെ ഇവർക്കൊരു ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ പറ്റും. ഒരു 45 days to 60 days വരെ വരുന്ന ഇൻറ്റേൺഷിപ്പാണ്. അത് പല കോഴ്സിൻ്റെയും പാർട്ടായിട്ട് മാൻഡേറ്ററി ആയിട്ട് അവർ ചെയ്യേണ്ട കേസസ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ അവരുടെ പ്രൊഫൈൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എക്സ്ട്രാ ആയിട്ട് ചെയ്യേണ്ട അങ്ങനെ ഉണ്ട്. അപ്പം ഇതാണ് ഈ 3 ഏരിയയിൽ നമ്മൾ കൊടുക്കുന്ന ഈ പ്രോഗ്രാം. അവിടെ തന്നെ ഒരു ചോദ്യം, ഇത് IT, ഇപ്പോൾ ഈ പറഞ്ഞ പല ഏരിയകളിലും IT-യുമായി ബന്ധപ്പെട്ടാണ്. ഇത് IT സ്റ്റുഡൻസിന് മാത്രമേ ഈ കോഴ്സുകൾ ചെയ്യാൻ പറ്റത്തുള്ളൂ, അതോ എല്ലാ ഡിഗ്രി പഠിക്കുന്നവർക്കും ഇത് പോസിബിലിറ്റി ഉണ്ടോ? നമ്മുടെ ഒരു എക്സ്പീരിയൻസ്, ഇപ്പോൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസും കമ്പനിയുടെ എക്സ്പീരിയൻസും വെച്ച് നോക്കുകയാണെങ്കിൽ വളരെയധികം IT സ്റ്റുഡൻസിനെ നമ്മൾ മെൻറ്റർ ചെയ്ത് ഗൈഡ് ചെയ്ത് IT ഫീൽഡിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇപ്പം ഡാറ്റാ സയൻസ് AI ടെക്നിക്കലായിട്ട് പഠിക്കുന്നവരുണ്ടാവും. അവർക്കും അതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ അവർ ഫീൽ ചെയ്തിട്ടില്ല എന്താണ്. അപ്പോൾ IT സ്റ്റുഡൻസിനും ഇനി അവർക്കതിന് എന്താണെന്ന് അറിയണം. അപ്പോൾ അതുകൊണ്ടാണ് ആഡ് ഓൺ കോഴ്സ് അതിൻ്റെ പാർട്ടായിട്ട് വരുന്നത്. അപ്പോൾ അത് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ അവർക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്യാം എല്ലാ ഏരിയയിലും. ഇപ്പോൾ ഇതെല്ലാം AI ഇൻ്റഗ്രേറ്റഡ് ആണ്. ഇപ്പോൾ ക്ലൗഡ് ഡെവോപ്സ് നമ്മൾ പറഞ്ഞതും AI ഇൻ്റഗ്രേറ്റഡ് ആണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെങ്കിൽ AI ഇൻ്റഗ്രേറ്റഡ് ആണ്. അപ്പോൾ AI ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഈ 3 പ്ലാറ്റ്ഫോംസാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ സ്റ്റുഡൻസിന് ഫീൽ ചെയ്തിട്ട് അത് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് അവർ പഠിക്കണം. അതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. ക്ലാരിറ്റിക്ക് വേണ്ടി ഒന്നുകൂടി ചോദിക്കാം. സാർ പറഞ്ഞു ഈ ആഡ് ഓൺ കോഴ്സ് 30 hours ആണെന്ന് പറഞ്ഞു. ഇൻറ്റേൺഷിപ്പ് അത് എത്രയായിരിക്കും ഡ്യൂറേഷൻ? കാരണം പല കോളേജുകളിലും ഒരു 2 months ഒക്കെ ഇൻറ്റേൺഷിപ്പ് ചെയ്യണം, അങ്ങനത്തെയൊക്കെ ഒരു റിക്വയർമെൻറ്റുകളുണ്ട്. അതുമാത്രമല്ല, ചില കുട്ടികൾ അവരുടെ ഒരു പ്രൊഫൈൽ റിച്ച് ആക്കാൻ വേണ്ടി ഇൻറ്റേൺഷിപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഓഫർ ചെയ്യുന്ന ഇൻറ്റേൺഷിപ്പ് അല്ലെങ്കിൽ ആഡ് ഓൺ കോഴ്സ്, അതിൻ്റെ കൃത്യമായ ഡ്യൂറേഷൻ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ഡെലിവറി, അതൊന്ന് സൂചിപ്പിക്കാം. ആഡ് ഓൺ കോഴ്സ് നമ്മൾ ഓൺലൈനാണ് എല്ലാ പ്രോഗ്രാമും ഉള്ളത്. അത് 30 hours ഒരു റിക്വയർമെൻ്റ് ആണ് UGCയുടെ. അപ്പോൾ അത് കോളേജുമായിട്ട് ചെന്നപ്പോൾ ഇൻഡസ്ട്രി കൊളാബറേഷനോട് അത് ചെയ്യുമ്പോഴത്തേക്കും കോളേജിനും അത് യൂസ്ഫുള്ളാണ്, സ്റ്റുഡൻസിനും യൂസ്ഫുള്ളാണ്. പ്ലസ് ഇൻറ്റേൺഷിപ്പ് നമ്മൾ പറയുന്നത് 45 to 60 days. അപ്പോൾ ചില കോഴ്സിന് അവർക്ക് 60 days ഇൻറ്റേൺഷിപ്പ് ചെയ്യേണ്ട മാൻഡേറ്ററി ഉണ്ടാവും. അത് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 60 days വരെ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി ഇതല്ലാതെ നമുക്കിപ്പം ഒരു സ്റ്റുഡൻറ്റിന് പ്രൊഫൈൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കത് ചെയ്യാൻ പറ്റും. ഓക്കെ.
അത് രണ്ട് അപ്പം ആ ഒരു സാറ്റിസ്ഫൈ. ഫൈനൽ ഇയേഴ്സിന് മാത്രമല്ല എല്ലാ കോളേജ് ഓൺ ഗോയിങ് സ്റ്റുഡൻസിനും ഇത് ചെയ്യാനായിട്ട് പറ്റും. അതെ, ഇത് നമുക്ക് എല്ലാ സ്റ്റുഡൻസിനും ഓപ്പൺ ആണ്. ഇന്ത്യയിലെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന ഡിഗ്രിയോ ഡിപ്ലോമയോ PGയോ PhD ഒക്കെ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും, അതോടൊപ്പം തന്നെ ഫാക്കൽറ്റി മെമ്പേഴ്സിനും, നമ്മൾ ഫാക്കൽറ്റി മെമ്പേഴ്സിനെയും കൂടി ഇതിനകത്ത് കൺസിഡർ ചെയ്യുന്നുണ്ട്. അവർക്കും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആവശ്യമുള്ള കേസസ് ഉണ്ട്. അപ്പോൾ അവർക്ക് ആർക്ക് വേണമെങ്കിലും ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇത് സൗജന്യമാണെന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും ഈ 2 പ്രോഗ്രാംസും സൗജന്യമാണോ, എങ്ങനെയാണ് അതൊന്ന് സൂചിപ്പിക്കാം? ഇതിൻ്റെ ആഡ് ഓൺ കോഴ്സിന് നമ്മളൊരു മിനിമം ഫീ വാങ്ങിക്കുന്നുണ്ട്. ഒരു വളരെ മിനിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1000 to 2000 ആ റേഞ്ചിലൊക്കെയുള്ള ഓരോ ആഡ് ഓൺ കോഴ്സിനും ഒരു രജിസ്ട്രേഷൻ ഫീ അതെ, ഒരു രജിസ്ട്രേഷൻ ഫീ. അതിന് കാരണം ഇതാണ്, കാരണം അതിനകത്ത് ഒത്തിരി എക്സ്പേർട്സ് വന്ന് ക്ലാസ് എടുക്കുന്നുണ്ട്. അത് ഇന്റേൺഷിപ്പ് ആ കൂട്ടത്തിൽ അവർക്ക് വേറെ എക്സ്പെൻസ് ഒന്നും ഇല്ലാതെ തന്നെ അവർക്ക് ആ ടാസ്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഇന്റേൺഷിപ്പ് അവർക്ക് ചെയ്യാം. അതൊരു റിയൽ ഇൻഡസ്ട്രി ഇന്റേൺഷിപ്പുകൾ തന്നെ ആയിരിക്കും? തീർച്ചയായിട്ടും. നമ്മളിവിടെ കൊടുക്കുന്നത് റിയൽ ലൈഫ് ടാസ്കുകളാണ്. ഇപ്പം ഒരു എക്സാമ്പിൾ, ഇപ്പം കഴിഞ്ഞ ബാച്ചിലുള്ള ചെയ്ത ഒരെണ്ണം എയർ ഇന്ത്യ ആക്സിഡൻറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ആക്സിഡൻ്റ് ആണെന്ന് ഫസ്റ്റ് 24 hours സോഷ്യൽ മീഡിയയിൽ വന്ന എല്ലാ റെസ്പോൺസസും പഠിച്ചിട്ട് ആദ്യത്തെ 1 hour എന്തായിരുന്നു, അടുത്ത 2 hour എന്തായിരുന്നു, എങ്ങനെയാണ് ആൾക്കാർ റെസ്പോണ്ട് ചെയ്തത്, ഒരു സെൻറ്റിമെൻ്റൽ അനാലിസിസ് ചെയ്യുക. അപ്പോൾ ഇത് IT കാർക്കും നോൺ IT കാർക്കും ചെയ്യാം, പ്രൊവൈഡഡ് അവർ ആഡ് ഓൺ കോഴ്സിനകത്ത് അത് പഠിക്കുന്നുണ്ട് എങ്ങനെ ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള റിയൽ ടൈം ടാസ്കുകൾ, സൈബർ സെക്യൂരിറ്റി നമ്മൾ അങ്ങനെ കൊടുക്കുന്നു, ക്ലൗഡിൽ ഒരു ഹോസ്റ്റ് ചെയ്യണമെങ്കിൽ അത് പഠിക്കുന്നു, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലാണെങ്കിൽ അവർ സാധാരണ സോഷ്യൽ മീഡിയയിൽ അവർ ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും. അതോടൊപ്പം തന്നെ എങ്ങനെ ഒരു വീഡിയോ ഒരു യൂട്യൂബർ ആകാം, എങ്ങനെ ഒരു ഇൻഫ്ലുവൻസർ ആകാം. അതുപോലെ തന്നെ ഇപ്പോൾ AI ഇൻ്റഗ്രേറ്റഡ് ആണ്. ഇപ്പോൾ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ വരുമ്പം ഇപ്പോൾ AEO ആൻസർ എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, ജനറേറ്റീവ് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, ഇപ്പോൾ SEO തന്നെ പുതിയ ട്രെൻഡുകളുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ പഠിക്കുന്നു. ഓക്കെ, അപ്പോൾ സാറ് സൂചിപ്പിച്ചത് ഈ പറഞ്ഞ 3 മേഖലകളിൽ ഏതെങ്കിലുമൊക്കെ ഒന്നിൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഇൻറ്റേൺഷിപ്പ്, അതേപോലെ ഒരു ചെറിയ രജിസ്ട്രേഷൻ ഫീ, ഒരു 2000 rupees താഴെ ഫീസിൽ ആഡ് ഓൺ കോഴ്സും പഠിക്കുന്നതിനുള്ള ഒരു അവസരമാണ്. അപ്പോൾ എൻ്റെ അടുത്ത ചോദ്യം സാറിനോട്, എന്തുകൊണ്ടായിരിക്കും ഇത് ഫ്രീ ആയിട്ട് ഓഫർ ചെയ്യുന്നത്? അത് ഒത്തിരിയധികം ആളുകൾക്ക് എത്തുമ്പോഴത്തേനും ഒരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് അതിന് വേണ്ടി വരും. ഇത് ആക്ച്വലി IPSRൻ്റെ ഒരു ജൂബിലി ഇയർ CSR ഇനിഷ്യേറ്റീവാണ്. നമ്മൾ 25 വർഷമായിട്ട് IPSRൻ്റെ മിഷൻ എപ്പോഴും സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. നമ്മളൊരു more than 1 lakh സ്റ്റുഡൻസിനെ മെൻറ്റർ ചെയ്തു, അവരൊക്കെ IT ഫീൽഡിൽ നല്ല പൊസിഷനിൽ ഇരിക്കുന്നുണ്ട്. ജൂബിലി ഇയറിനോടനുബന്ധിച്ച് നമ്മൾ ഒരു വർഷം മുമ്പ് ഇത് സ്റ്റാർട്ട് ചെയ്തിരുന്നു. നമുക്കൊരു 25,000 സ്റ്റുഡൻസിനെ ഈ വർഷം അവർക്ക് നോൺ IT ആണെങ്കിലും IT ആണെങ്കിലും IT എന്തൊക്കെയാണ് നടക്കുന്നത് റിയൽ ടൈമായിട്ട് അറിഞ്ഞിട്ട് അത് അവർക്ക് അവരുടെ ഒരു കരിയറായിട്ട് ചൂസ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റി അവർക്ക് കൊടുക്കുക. അപ്പോൾ അവർക്ക് ഫീൽ ചെയ്യുക, AI എന്താണെന്ന് ഫീൽ ചെയ്യുക, സെക്യൂരിറ്റി എന്താണെന്ന് ഫീൽ ചെയ്യുക. അപ്പോൾ അതൊരു CSR ആക്ടിവിറ്റി ആയിട്ടാണ് നമ്മളിത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണ് അത് വളരെ ഒരു നോമിനൽ റേറ്റിന് ആഡ് ഓൺ കോഴ്സും കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമും കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് എന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക, അല്ലെ എന്നായിരിക്കും എൻഡ് ചെയ്യുക, എപ്പോഴായിരിക്കും ഇതിന് അഡ്മിഷൻ എടുക്കുക, അങ്ങനത്തെ കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കുക. ഇത് IPSRൻ്റെ വെബ്സൈറ്റിനകത്ത് ഇൻറ്റേൺഷിപ്പിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് നമുക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എന്ന് സ്റ്റാർട്ട് ചെയ്യും, എന്ന് അവസാനിക്കും, അങ്ങനെ ഇത് എപ്പോഴും എല്ലാ കോഴ്സും എപ്പോഴും ഉണ്ടാകത്തില്ല. ഇത് ഓരോ മന്തിലും ഓരോന്നായിരിക്കും അനൗൺസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ അവർ ഈ സൈറ്റിൽ വന്നിട്ട് അതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും, അവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഈ ആഡ് ഓൺ കോഴ്സിനുള്ള ഫീ, നോമിനൽ ഫീ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതെന്താണെന്ന് അവിടെ അവർക്ക് ഓൺലൈനായിട്ട് പേ ചെയ്യാം, എൻറോൾ ചെയ്യാം. പിന്നെ ആ ടൈമും എല്ലാം അവിടെ, ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അവിടെ ഉണ്ടാവും. അതുകൂടാതെ ഇവർക്കൊരു ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യും. ഇപ്പോൾ ഈ ക്ലാസ്സസ് എല്ലാം ഓൺലൈനാണ്. ഈ ക്ലാസ്സസ് ഒക്കെ എടുക്കുന്നത് ഇൻഡസ്ട്രി എക്സ്പെർട്സ് ആണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ടാറ്റ മോട്ടോഴ്സിൻ്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ആയിരുന്ന ഡോക്ടർ സുരേഷ് നമ്പൂതിരിയാണ്, ഒരു AI എക്സ്പെർട്ടാണ്. അതുപോലെ തന്നെ ഗ്ലാഡ്സൺ സാറുണ്ട്. ഇവരെല്ലാവരും AIയിൽ PhD ചെയ്തവരുണ്ട്, ഇൻഡസ്ട്രിയിലുള്ളവരുണ്ട്. ഓൺലൈൻ സെഷൻസ് ആണ് എല്ലാം വരിക. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഇനി അവർക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, ഓൺലൈനായിട്ട് ആ സമയത്ത് ലൈവായിട്ട് കയറാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ റെക്കോർഡഡ് വീഡിയോ ഒരു ലേണിംഗ് മാനേജ് സിസ്റ്റം വഴി ഇവർക്ക് കിട്ടും. അപ്പോൾ അവർക്ക് റെക്കോർഡഡ് വീഡിയോ കേട്ടിട്ട് ആ ടാസ്കുകൾ ചെയ്യാം. ടാസ്കുകൾ ചെയ്താൽ ഒരു ലേണിംഗ് മാനേജ് സിസ്റ്റത്തിലേക്ക് അവർ അപ്ലോഡ് ചെയ്യണം. അതെല്ലാം ഇവാലുവേറ്റ് ചെയ്തിട്ടായിരിക്കും അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ടാസ്കുകൾ ചെയ്യാത്ത സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല. ഇതൊരു ജെന്യൂൻ ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻറ്റിനെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്മുടെ ഈ ഇന്റേൺഷിപ്പിലും ആ ടാസ്കുകൾ പ്രോപ്പറായിട്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ല. അപ്പോൾ അത്രയും ഇഫോർട്ട് നമ്മുടെ ടീം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ സ്റ്റുഡൻസിനോടും പറയുന്നത്, നിങ്ങൾ റിയൽ ആയിട്ട് ഇത് ആഗ്രഹിക്കുന്നവർ മാത്രം ഇതിനകത്ത് വരിക എന്നുള്ളത്. അപ്പോൾ സാറ് സൂചിപ്പിച്ചതുപോലെ 3 ഡിഫറെൻ്റ് ഏരിയകളിൽ സൗജന്യമായിട്ട് ഇൻറ്റേൺഷിപ്പും അതേപോലെ ഒരു നോമിനൽ ഫീ കൊടുത്തുകൊണ്ട് തന്നെ ഒരു ആഡ് ഓൺ കോഴ്സും ഒക്കെ പഠിക്കുന്നതിനുള്ള ഒരു നല്ല അവസരമാണ് ലഭ്യമായിരിക്കുന്നത്.
നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഡിഗ്രിയോ PGയോ ഒക്കെ, അത് IT ആകണമെന്നില്ല, ഈ മേഖലകളിലൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനൊന്ന് ട്രൈ ചെയ്യാം. നിങ്ങളുടെ അക്കാഡമിക് ഒരു ഇൻറ്റേൺഷിപ്പായിട്ട്, അല്ലെങ്കിൽ നേരത്തെ സാറ് സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ പ്രൊഫൈൽ റിച്ച് ആക്കാനായിട്ട് ഒരു ആഡ് ഓൺ കോഴ്സ് ചെയ്യുന്നു, ഒരു ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നു, അങ്ങനെയും ഇതിനെ കാണാനായിട്ട് കഴിയും. അപ്പം അങ്ങനെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ നൽകിയേക്കാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കുന്നതിനും അവിടെ തന്നെ രജിസ്റ്റർ ചെയ്യുന്നതിനും ഒക്കെയുള്ള അവസരങ്ങളുണ്ട്. അപ്പം ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. ഏതായാലും ഈ ഒരു വളരെ വിലപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നമ്മളുമായിട്ട് ഷെയർ ചെയ്ത ഡോക്ടർ മെൻഡസ് ജേക്കബ് സാറിനോട് പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിൽ നിങ്ങളോടുമുള്ള നന്ദി അറിയിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർ പ്രത്യേകിച്ച് ഇൻറ്റേൺഷിപ്പ് ഒക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് നൽകുക. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.